ഹലോ, ഗ്രാഫിക് ഡിസൈനിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇതുപോലെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചതാണ് ഇങ്ങനെ ഒരു പോസ്റ്ററൊക്കെ എങ്ങനെ നമുക്ക് ക്യാൻവയിൽ ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് ചോദിച്ച്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ക്യാൻവയിൽ ഞാൻ പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുന്നു. ഇപ്പോൾ പോസ്റ്ററിൻ്റെ വിഡ്ത്തിലും ഷേസിലുള്ള ക്യാൻവാസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ക്യാൻവാസാണ് പോസ്റ്ററിൻ്റെ വിഡ്ത്തിലും ഷേസിലുള്ള ക്യാൻവാസ്. ആ ക്യാൻവാസ് ഇവിടെ നമ്മൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇത് മുകളിൽ പിടിച്ച് താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്യാൻവാസ് നമുക്ക് കാണാം. ഇവിടെ ഡിസൈൻ എലമെൻറ്റ്സ് എന്ന് കാണാം. എലമെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്കൊരു ഷേപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് ക്യാൻവാസിൻ്റെ മുകളിലായിട്ട് ഞാൻ പ്ലേസ് ചെയ്യുന്നു. ശേഷം അതിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് അതേ ഒരു ഷേപ്പ് തന്നെ ഒന്നുകൂടി ഞാൻ എടുക്കുന്നു. എന്നിട്ട് ആ ഷേപ്പ് അവിടെ കറക്റ്റായിട്ട് പൊസിഷൻ കൊടുക്കുന്നു കേട്ടോ. ഈ ഒരു ഡിസൈൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് തന്നെ, ഈ ഒരു സ്ക്വയർ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഏകദേശം എല്ലാ ഭാഗങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. ഡിസൈനിൽ നമുക്ക് ഒഴിച്ചു കൂടാനാവാത്തൊരു കാര്യമാണ് ഷേപ്പ് എന്നുള്ളത്. മെയിനായിട്ട് ഈ ഒരു സ്ക്വയർ ഷേപ്പ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചെറിയ രീതിയിൽ മൂവ്മെൻ്റൊക്കെ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിച്ചാൽ വളരെ എഫക്റ്റീവ് ആവും കേട്ടോ. ഈ ഒരു ഷേപ്പിനെ ഞാൻ ആ ഒരു ഷേപ്പിൻ്റെ അതേ പൊസിഷനിൽ തന്നെ വെക്കുന്നു. ഇവിടെ ഒരു ഷേപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എന്നുള്ളത് കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടും. അതിന് പിന്നെ എലമെൻസിൽ പോയിട്ട് വീണ്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടും. അതിനായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത എലമെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് പ്ലസ് കമാൻഡ് ഓപ്ഷൻ വരും. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് തന്നെ വീണ്ടും നിങ്ങൾക്ക് കോപ്പി കിട്ടും. കുറച്ച് കട്ടി കൊട്ടണല്ലേ കളറ്? ഞാനൊരു കളർ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴത്തൊരു കോഡ് നിങ്ങൾക്ക് രണ്ടായിന്ന് കാണാം. ആ ഒരു കോഡ് തന്നെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഏതൊരു കളർ കൊടുക്കാന്നുണ്ടെങ്കിലും ഈ ഒരു സെയിം കളർ നമുക്ക് കിട്ടുന്ന കേട്ടോ. ഇവിടെ സോൾഡ് കളറാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പുറത്ത് ഗ്രേഡിയൻറ്റ് കാണാം. ഗ്രേഡിയൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കളറിൽ തന്നെ രണ്ട് കളർ കൊണ്ടുവരാം. പലരും ചോദിച്ചു എങ്ങനെ ഗ്രേഡിയൻറ്റ് കൊടുക്കുക എന്നുള്ളത്. ഗ്രേഡിയൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുകളിലും താഴത്തുമായിട്ട് രണ്ട് കളർ കൊടുക്കാം. അപ്പോൾ നല്ല സോൾഡ് കളറിന് കൊടുക്കുകയാണ്.
ഇതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ലെയർ എന്നുള്ളത്. ലെയർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത ഓരോ എലമെൻറ്റ്സും തട്ടുകളായിട്ടാണ് ക്ലിക്ക് ചെയ്യേണ്ടല്ലേ. ഈ ഒരു എലമെൻറ്റ് ഇപ്പോൾ ഗ്രീൻ എലമെൻറ്റ് താഴത്തായിട്ടാണ് നിൽക്കുന്നത്. നമുക്കിതിന് മുകളിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്ത് ആ ഓപ്ഷൻ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അടിയിൽ പൊസിഷൻ്റെ അപ്പുറത്താണ് ലെയർ എന്നുള്ളത്. ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതാണ്. ഇതിൽ ഈ ഒരു ഓർഡറിൽ തന്നെയാണ് നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റുക. ഏറ്റവും ടോപ്പിൽ ഗ്രീനാണുള്ളത് അല്ലേ. അപ്പോൾ ഗ്രീനിൻ്റെ മേലേക്ക് ഒരു എലമെൻറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എലമെൻറ്റ് ഇനി ഗ്രീനിൻ്റെ മേലേക്ക് വെച്ച് കഴിഞ്ഞാലും ഇത് ഗ്രീനിൻ്റെ മേലേക്ക് വരും. ഓക്കെ, അപ്പോൾ പൊസിഷന് ഇപ്പോൾ താഴത്താണ്, എലമെൻറ്റ് ഇപ്പോൾ താഴത്താണുള്ളത്. ഇനി നമുക്കിത് ആ ഗ്രീനിൻ്റെ മേലേക്ക് ലെയറിൽ പോയിട്ടിട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആ ഒരു എലമെൻറ്റ് താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ എവിടെ നിൽക്കുന്നത് നോക്കാം. ഇത് താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ മുകളിലാണ് നിൽക്കുന്നത്. കാരണം എന്താ, നമ്മൾ ലെയറിൽ പോയിട്ട് ആ ഒരു എലമെൻറ്റ് മുകളിലേക്ക് ഇട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ് കേട്ടോ. ഇത് മനസ്സിലാക്കിയെടുക്കാതെ നമുക്ക് ഈ ഡിസൈനൊന്നും കഴിയില്ല. ഇപ്പോൾ ഇതിൽ 5 സ്ക്വയറാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിനൊരു വൈറ്റിൽ നിന്ന് കുറച്ചുകൂടി പോന്നിട്ടുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത്. ആ കളർ കോഡ് നിങ്ങൾക്കവിടെ നോക്കി കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ഗ്രീനിൻ്റെ മേലായിട്ട് വന്നുള്ളത്. ഇത് ലെയറിൽ പോയിട്ട് ഇത് ഗ്രീനിൻ്റെ താഴത്തേക്കാക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് നിന്നു. അടുത്തതായിട്ട് ഇതിലേക്ക് എഴുത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നു. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു. ഈ ടെക്സ്റ്റ് ഒന്ന് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ഫോർമാറ്റ് എന്നുള്ളതിൽ പോയിട്ട് ബി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ടെക്സ്റ്റ് ഒന്ന് ബോൾഡ് ആയിട്ടുണ്ട്. ശേഷം ഫോണ്ട് സൈസ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോണ്ട് ഞാൻ കുറച്ച് വലുതാക്കുന്നു. ശേഷം ഞാൻ ഈ ഫോണ്ടിൻ്റെ കളറൊന്ന് മാറ്റുന്നു. നമ്മൾ ഡിസൈനിൽ നമ്മൾ കളർ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓരോ കളറും ഓരോ കളറിലേക്ക് മാച്ച് ആവും. ചില കളറിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണുപോലുമില്ല. ഇതിലേക്ക് വൈറ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് റീഡബിലിറ്റി ഉണ്ടാവും. അടുത്തതായിട്ട് ഇതിലേക്ക് അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ ഞാൻ വീണ്ടും ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിക്കുന്നു. ആഡ് ടെക്സ്റ്റ് ബോക്സ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിലേക്ക് അടുത്ത ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കയറ്റുന്നു.
ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ തന്നെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാം ഡിലീറ്റ് ബട്ടൻ്റെ അപ്പുറത്തായിട്ട്. ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വീണ്ടും ടെക്സ്റ്റ് ബോക്സിൽ പോയിട്ട് എന്ത് ചെയ്യേണ്ട, ടെക്സ്റ്റ് ബോക്സ് അടയേണ്ട ആവശ്യമില്ല. പ്ലസ് ഐക്കൺ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പി കിട്ടും. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്കതിൽ ടൈപ്പ് ചെയ്താണ്ട് നമുക്ക് ടെക്സ്റ്റ് ചെയ്യാം. അതല്ലാതെ ആദ്യം ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയൊരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് സ്പീഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിലവിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ തന്നെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഫോണ്ടിൽ അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ടെക്സ്റ്റ് ബോക്സിലും കിട്ടും. എന്നിട്ട് അതെന്ത് ചെയ്താൽ മതി, എഡിറ്റ് ചെയ്താൽ മതി. രണ്ടാമത്തെ ആഡ് ചെയ്തിട്ടുള്ള ഈ ടെക്സ്റ്റിന് റെഡ് കളറിൽ കൊടുക്കണം കേട്ടോ. ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അലൈൻമെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഈ അലൈൻമെൻറ്റിൽ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരുപാട് ഒബ്സർവ് ചെയ്യണം എന്തായാലും ഒരുപാട് ഡിസൈൻ വർക്കുകൾ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അലൈൻമെൻറ്റ് കൊടുക്കുന്നതെന്നൊക്കെ മനസ്സിലാവും. ഇനി ഓരോന്നായിട്ട് ഞാനിങ്ങനെ പറയുന്നില്ല, നിങ്ങൾക്ക് ഞാനിങ്ങനെ ചെയ്യുന്ന കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ.
ഇനി ഇതിലേക്ക് നമുക്ക് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ ലോഗോ കൊണ്ടുവരണം. അതിനായിട്ട് എലമെൻറ്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ സെർച്ച് എലമെൻറ്റ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ലോഗോ സെർച്ച് ചെയ്യാം. എന്നിട്ട് ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്യുന്നു. ഫേസ്ബുക്കിൻ്റെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട ലോഗോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിസൈനിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെയും കൊണ്ടുവരാം. ഈ ഐക്കൺ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിലൈസ് ചെയ്യാം. ഇതിങ്ങനെ ചെയ്യാതെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സൂം ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ വർക്ക് ചെയ്യാവുന്നതാണ്.
ഞാനിപ്പോൾ മുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ആ എലമെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു എലമെൻറ്റിനെ താഴത്ത് റിപ്പീറ്റ് ചെയ്യാണ്. ഡിസൈനിൽ നമ്മൾ കൊണ്ടുവന്നുള്ള എലമെൻ്റ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈൻ കാണാൻ ഒരു വൃത്തി ഉണ്ടാവും. ഇവിടെ നമ്മുടെ ഡിസൈൻ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തർ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഫോട്ടോ ആഡ് ചെയ്യാനായിട്ട് അവർക്ക് ഞാനിവിടെ ഒരു ഗ്രീൻ ഫ്രെയിം ഇവിടെ ഉണ്ടാക്കാം കേട്ടോ. ഉണ്ടാക്കുന്ന ഷേപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കേട്ടോ, സ്ക്വയർ ഉപയോഗിച്ചിട്ട് തന്നെ ഓരോരുത്തർക്ക് ഓരോ ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇനി ഈ ഒരു ഫ്രെയിമിലേക്കാണ് നമുക്ക് ഓരോരുത്തരുടെ ഫോട്ടോ ആഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കൈകളിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി.
ഇവിടെ നമുക്ക് അവരുടെ പൊസിഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചെയർമാൻ എന്നുള്ള മൂപ്പരുടെ പൊസിഷൻ അവിടെ ടെക്സ്റ്റായിട്ട് കൊടുക്കുകയാണ്. ഇവിടെ ആ ഒരു ഷേപ്പിലും ഇതുപോലെ കൊടുക്കുന്നു. അതിനായിട്ട് ഞാൻ ആ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു, ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ കളറ് മാറ്റി കൊടുക്കുന്നു കേട്ടോ. ഇനി നിങ്ങളുടെ കൈകളിലുള്ള ഫോട്ടോ
ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇതിൽ കറക്റ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ട് വളരെ നീറ്റായി തന്നെ ഡിസൈൻ ചെയ്യുക കേട്ടോ. ഡിസൈൻ ചെയ്തിട്ട് നിങ്ങളെ വർക്ക് എന്തായാലും എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് അയക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.